ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി മുളപ്പിച്ച റാഗിയും ചെറുപയറും വെച്ചുണ്ടാക്കാവുന്ന നല്ലൊരു ഹെൽത്തി ദോശയും ഊത്തപ്പവുമാണ്. റാഗിയുടെയും ചെറുപയറിന്റെയും ഗുണങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആണ്. എന്നാൽ ഇവ മുളപ്പിക്കുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ 10 മടങ്ങ് കൂടുമെന്നാണ് പറയപ്പെടുന്നത്. മുളപ്പിച്ച റാഗിയുടെയും ചെറുപയറിന്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള റെസിപ്പീസ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ദോശയും ഊത്തപ്പവും ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ആദ്യമായി ഞാൻ 1/2 കപ്പ് റാഗിയും 1/4 കപ്പ് ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കണം. ഞാൻ സാധാരണ 2-3 വട്ടം ബൗളിലിട്ട് കഴുകി പിന്നെ ഇതുപോലൊരു സ്ട്രെയിനറിലോ അരിപ്പയിലോ ഇട്ട് നല്ല പോലെ വീണ്ടും കഴുകിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് മൂടി വെക്കാം. റാഗിയും പയറും മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളമുണ്ടായിരിക്കണം. റാഗിയും ചെറുപയറും മുളപ്പിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം, ചെറുപയർ സോക്ക് ചെയ്ത് 12 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ മുള വന്നു തുടങ്ങും. പക്ഷെ റാഗി മുളയ്ക്കാൻ സമയമെടുക്കും. എനിക്ക് 2 ദിവസം കഴിഞ്ഞാണ് റാഗി മുളച്ച് കിട്ടിയത്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു സ്ട്രെയിനറിലാണ് മുളപ്പിക്കാറുള്ളത്. റാഗിയും ചെറുപയറും മുളപ്പിച്ചെടുക്കാൻ ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് ഞാനിവിടെ പറയാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റാഗിയും ചെറുപയറും അതിലെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളയും. പിന്നെ ഈ സ്ട്രെയിനറിന്റെ അടിയിൽ ഒരു പാത്രവും വെച്ച് കൊടുത്ത് അടച്ചു വെക്കും. സോക്ക് ചെയ്ത് 12 മണിക്കൂറിന് ശേഷം ഇങ്ങനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി ദിവസത്തിൽ 2-3 വട്ടം ഇതിലേക്ക് വെള്ളം തെളിച്ചു കൊടുക്കും. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നനവ് കിട്ടാനായി എല്ലാം ഒന്ന് ചികഞ്ഞിട്ട് കൊടുക്കും. അടിയിൽ പാത്രം വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തെളിച്ചു കൊടുക്കുന്ന വെള്ളം താഴെ പോകാതെ ഈ പാത്രത്തിൽ നിൽക്കുകയും ഒപ്പം നമ്മുടെ റാഗിക്കും ചെറുപയറിനും മുള വരുന്നവരെ എപ്പോഴും ഒരു ഈർപ്പം കിട്ടുകയും ചെയ്യും. 2.5 ദിവസത്തിന് ശേഷമുള്ള എന്റെ റാഗിയും ചെറുപയറുമാണിത്. നല്ല പോലെ മുള വന്ന് സ്ട്രെയിനറിന്റെ അടിയിലേക്കൊക്കെ വേര് വന്നു തുടങ്ങി. ഇങ്ങനെ മുള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി സോക്ക് ചെയ്ത് വെക്കണം. അതിനായി ഞാനിവിടെ 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, 2 ടീസ്പൂൺ ഉലുവ, 3 ടേബിൾ സ്പൂൺ ചോറ് എന്നിവയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൽ പച്ചരിയും ഉഴുന്നും ഉലുവയും നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെ സോക്ക് ചെയ്ത് വെക്കാം. ഇനി ഇത് സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ മുളപ്പിച്ച റാഗിയും ചെറുപയറും ചോറും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. അങ്ങനെ 2 ട്രിപ്പായി അരച്ചെടുത്ത് ദോശ ബാറ്റർ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ഓവർനൈറ്റ് മാറ്റി വയ്ക്കാം. രാവിലെ ആയപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ നല്ല പോലെ പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട്. ഈ ബാറ്ററിന് കട്ടി കൂടുതലുള്ളതുകൊണ്ട് 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ബാറ്റർ കൺസിസ്റ്റൻസി ഇതുപോലെ ഓക്കെ ആക്കിയെടുത്താൽ നമുക്കിനി ഊത്തപ്പവും ദോശയും ചുട്ടു തുടങ്ങാം. ഊത്തപ്പത്തിനായി 1 സവാളയും പകുതി തക്കാളിയും 2 പിടി മല്ലിയിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ദോശ തവ എടുത്തിട്ടുണ്ട്. നമ്മുടെ തവ ഒരു മീഡിയം ചൂടായി വന്നാൽ 2-3 കയ്യിൽ മാവ് ഒഴിച്ച് ഇതുപോലെ അധികം പരത്താതെ വേണം ഊത്തപ്പം ഉണ്ടാക്കാൻ. ഇതുപോലെ ബബിൾസ് വന്നു തുടങ്ങിയാൽ വെജിറ്റബിൾസ് ചേർത്ത ശേഷം കുറച്ച് സെസമി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് ഈ ഊത്തപ്പം മറച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ 5-6 ഊത്തപ്പങ്ങൾ ഉണ്ടാക്കിയെടുത്ത ശേഷം ഞാൻ ഈ ബാറ്റർ വെച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പോകുകയാണ്. അപ്പോൾ നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശത്തവ ഒരു മീഡിയം ചൂട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ദോശ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. ദോശത്തവ ചൂട് കൂടുതലായി തോന്നുകയാണെങ്കിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കുറച്ച് വെള്ളം അതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയോ നമ്മൾ യൂസ് ചെയ്തിരുന്ന ബർണറിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച ശേഷം മാത്രം അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കുകയാണ് ചെയ്യാറ്. മീഡിയം ചൂടായിരിക്കുന്ന ദോശത്തവയിലേക്ക് 2-3 കയ്യിൽ മാവ് ഒഴിച്ച് പരത്തി കൊടുത്ത ശേഷം മാവ് വെന്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് നെയ്യോ ബട്ടറോ ഒഴിച്ചു കൊടുത്ത് മറച്ചിട്ട് വേവിക്കാം. ഇതുപോലെ തന്നെ ബാക്കി ദോശകളും ചുട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ഹെൽത്തി ഊത്തപ്പവും ദോശയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദോശ ബാറ്റർ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ഹെൽത്തിയും ഒപ്പം ടേസ്റ്റിയുമായ ദോശയും ഊത്തപ്പവും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്റെ മക്കൾക്ക് ദോശയും ഊത്തപ്പവും ഒരുപോലെ ഇഷ്ടമായതുകൊണ്ടാണ് രണ്ടും ഞാൻ ഉണ്ടാക്കിയത്. ചെറുപയർ മുളപ്പിക്കാതെ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ചെറുപയറിന്റെ ഒരു സ്മെല്ലുണ്ടാകും. അതേസമയം ഇങ്ങനെ മുളപ്പിച്ച് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരുവിധ മണമോ രുചിക്കുറവോ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ഗുണങ്ങളാണെങ്കിൽ ഒരുപാട് ഉണ്ട് താനും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഈ ദോശയും ഊത്തപ്പവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.